നമസ്കാരം സുഹൃത്തുക്കളെ, വിയാജിയോ അമിഗോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്തുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. കരിമ്പാറ വാട്ടർഫാൾസിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്നും തൃപ്പരപ്പിലെത്തി. തൃപ്പരപ്പിൽ നിന്നും കുലശേഖരം ജംഗ്ഷനിൽ നിന്നും പാൽക്കുളം എന്ന ജംഗ്ഷനിലെത്തി. പാൽക്കുളത്ത് നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് ഈ പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ടിലേക്ക് എത്തുന്നതിന് മുൻപുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷൻ. ഈ സ്ഥലത്തിൻ്റെ പേര് തടിക്കാരക്കോണം എന്നാണ്. മാർത്താണ്ഡത്തിനടുത്തുള്ള കുലശേഖരത്ത് നിന്നും ഭൂതപ്പാണ്ടിയിലേക്ക് പോകുന്ന വഴിയിൽ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് തടിക്കാരക്കോണം. തടിക്കാരക്കോണത്ത് നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ടിലേക്ക് പോകേണ്ടത്. നമ്മൾ തടിക്കാരക്കോണം ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം എത്തുമ്പോൾ പാൽക്കുളം എന്നുള്ള ഒരു സ്ഥലത്തെത്തുന്നു. പാൽക്കുളം ജംഗ്ഷനിൽ നിന്നും നമ്മുടെ ഈ ഒരു റോഡ് നേരെ പോകുന്നത് കാളികേശത്തേക്കാണ്. ഈ പാൽക്കുളം ജംഗ്ഷനിൽ നിന്നും നമുക്ക് പോകേണ്ടത് ഈ വലത്തേക്കുള്ള ഇൻ്റർലോക്ക് പാകിയ ഈ റോഡാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ്. പാറയിലൂടെ തെളിനീരിങ്ങനെ അരിച്ചിറങ്ങി വരുന്നുണ്ട്. ശുദ്ധജലം, നല്ല തണുത്ത ശുദ്ധജലമാണ്. അപ്പോൾ നമ്മൾ പാൽക്കുളം ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ദൂരം എത്തുമ്പോഴത്തേനും ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ അവിടുന്ന് റോഡ് 2ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇടത്തേക്കും പോകുന്നുണ്ട്, നേരെയും പോകുന്നുണ്ട്. നമുക്ക് പോകേണ്ടത് നേരെയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ അടുത്തുള്ള ഒരു എസ്റ്റേറ്റാണ് മുത്തൂറ്റുകാരുടെ പ്ലാന്റേഷൻസ് ആൻഡ് എസ്റ്റേറ്റ് ദേവഗിരി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതുവരെ വരത്തുള്ളൂ. ഇവിടെ നിന്ന് നമുക്കിനി നടന്നാണ് പോകേണ്ടത്. ഇതാണ് പോകേണ്ട വഴി. നമുക്കിതുവഴി നടന്നാണ് പോകേണ്ടത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നടന്നാണ് പോകേണ്ടത്. ഇതാണ് നമ്മൾ കയറി വന്ന വഴി. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനിയും കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. അപ്പോൾ ഈ കാണുന്നത് പ്ലാന്റേഷനിലെ ലാറ്റക്സ് ശേഖരിക്കുന്ന ക്യാനുകളാണ്. ഇതൊക്കെ സൂക്ഷിക്കുന്ന ഒരു വീടാണ്, ആ ഒരു ഷെഡാണത്. ഈ വഴി അടുത്ത് കരിങ്കല്ല് പാകിയ വഴിയാണ്. ഈ വഴിയെ നടന്ന് നമുക്ക് മുകളിലേക്ക് പോകാം. ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മുടെ അരുവി ഒഴുകി വരുന്നത്. പാറക്കൂട്ടങ്ങളായത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. നമുക്കതിൽ സേഫായിട്ടുള്ള സ്ഥലം നോക്കി ഇറങ്ങി കുളിക്കാം, അവിടെ ഇരുന്ന് വിശ്രമിക്കാം, കുറച്ച് നേരം ആഹാരം കഴിക്കാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ എസ്റ്റേറ്റിന് നടുവിലൂടെയുള്ള അരുവി ഒഴുകി വരുന്നിടത്ത് അങ്ങിങ്ങായി കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ. ഇനി മെയിനായിട്ടുള്ള വലിയ ഒരു വെള്ളച്ചാട്ടവും അല്ലാതെ നമുക്ക് കുളിക്കാനും മറ്റ് ഒന്ന് ആസ്വദിക്കാനുമൊക്കെ ഉള്ള ഒരു സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉള്ള ഒരു 2 വെള്ളച്ചാട്ടങ്ങൾ നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് താഴെ ഭാഗത്തായിട്ടാണുള്ളത്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതുവഴിക്കാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി. ഈ ഒരു മുള്ളുവേലിയുടെ ഇടയിലൂടെ ഊർന്നിറങ്ങി വേണം പോകാനായിട്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ എസ്റ്റേറ്റിലെത്തി. എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെയുള്ള ചെറിയൊരു ഇടവഴിയിലൂടെയാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോവേണ്ടത്. പോവാം. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കരിമ്പാറ വാട്ടർഫാൾസ്, കരിമ്പാറ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം വളരെ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം. അതിൻ്റെ ഫ്രണ്ടിൽ സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു സംഗതി കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തിരുന്ന് കുളിക്കാം. പിന്നെ വെള്ളം ഇറങ്ങിപ്പോകുന്ന വഴിയാണിത്. ഇവിടെയൊക്കെ നമുക്ക് കുളിക്കാം. വളരെ മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വൈബാണ്. ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ നമ്മളിനി അടുത്തതായി പോകുന്നത് ഈ കരിമ്പാറ വാട്ടർഫാൾസ് ശൃംഖലയിലെ ഏറ്റവും വലിയ അതിമനോഹരമായിട്ടുള്ള ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. അത് അല്പം ഡേഞ്ചറാണ്. സൂക്ഷിച്ച് വേണം പോകാനും. മേളിലൊക്കെ നിന്ന് കുളിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി നിന്ന് കുളിക്കണം. പാറയിൽ നല്ല രീതിയിലുള്ള വഴുക്കലുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇത് നമ്മുടെ അടുത്ത ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ അടുത്തൊരു വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് വഴി ഒരല്പം ദുർഘടമാണ്. വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. അപ്പോൾ കാടിന് നടുവിലുള്ള ഈ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാരും അങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് കൂടുതലും തമിഴ്നാട്ടിലുള്ള പയ്യന്മാരായിരുന്നു. മലയാളികളെ അങ്ങനെ അധികം ആരെയും കണ്ടിട്ടില്ല. ഇവിടുത്തെ മെയിൻ വെള്ളച്ചാട്ടം വളരെ ഡേഞ്ചറസ് ആണ്. ഇറങ്ങുന്ന വഴിയൊക്കെ അതികഠിനമായിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. പിന്നെ വഴിയായിട്ട് അങ്ങനെ പ്രത്യേകിച്ചില്ല. ഒരു മുടുക്ക് വഴി ഇങ്ങനെ ഇറങ്ങി വരണം. നല്ല വെള്ളമുള്ളപ്പോൾ ഈ പാറയുടെ മണ്ടയുടെ ഫുള്ള് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചിറങ്ങി വരും. കാണാൻ ഭയങ്കര രസമാണ്. കാണാൻ മാത്രമേ പറ്റൂ. കുളിക്കാനായിട്ട് ആരും ഇറങ്ങരുത്. വാവ്, നൈസ്. എൻ്റെ പൊന്നെ, എനിക്ക് വയ്യ ആടി പോളി. ഇത്രയും ഹൈറ്റിൽ നിന്ന് കീഴ്ക്കാൻ തൂക്കായിട്ട് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മഴയുള്ളപ്പോഴുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്മ സെറ്റ്.
അടിപൊളി. അപ്പോൾ സുഹൃത്തുക്കളെ, വിയാജിയോ അമീഗോസിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.